ആകാശവാണി കവരത്തി. ആകാശവാണി കവരത്തിയുടെ ഇമ്മണി ബെല്ല ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കൊച്ചു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോൻ്റെ? മുഹമ്മദ് സക്വാൻ CK. സക്വാൻ ഏത് ദ്വീപിൽ നിന്നാണ് വരുന്നത്? ഞാൻ കൽപ്പനി ദ്വീപിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കൽപ്പിനി ദ്വീപിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇപ്പം എന്താ ഇവിടെ? ഉപ്പക്കും ഉമ്മക്കും ഇവിടെയാണ് ജോലി. ഉപ്പക്കും ഉമ്മക്കും ഇവിടെയാണല്ലേ ജോലി? അതെ. ഉമ്മയുടെ പേരെന്താ? സഫറ CK. ഉമ്മക്ക് എന്താ ജോലി? ഹോസ്പിറ്റൽ ലാബ് ടെക്നീഷ്യൻ. ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യൻ അല്ലേ? അതെ. അപ്പോൾ നിങ്ങളിപ്പോൾ എത്ര വർഷമായി വന്നിട്ട്? എപ്പോഴാണ് വന്നത്? ഞങ്ങളിപ്പോൾ വന്നിട്ട് 8 വർഷമായി. ഇപ്പം 8 വർഷമായാലേ കവരത്തിയിൽ വന്നിട്ട്? ആ. അപ്പം മൂന്ന് ചെറുപ്പത്തിൽ നിന്ന് ഇവിടെയാണോ പഠിച്ചത്, അംഗനവാടിയും നേഴ്സറിയും ഒക്കെ? അതെ. അപ്പോൾ ഉപ്പയുടെ പേരെന്താ? ഗാലിബുദ്ദീൻ MC. ഇപ്പം എന്താ ചെയ്യുന്നത്? പ്രോജക്റ്റ് മാനേജർ. ഏത് ഓഫീസിലാണ്? NIC. പ്രൊജക്റ്റ് മാനേജറാണല്ലേ? അതെ. സക്വാമോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ജാബിയസ് ഈസ്റ്റ്. ഇപ്പം എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 2ാം ക്ലാസ്സിലാണ്. അപ്പോൾ 1ാം ക്ലാസ്സും അവിടെ തന്നെയാണോ പഠിച്ചത്? അതെ. അപ്പോൾ നാട്ടിലെപ്പോഴാണ് പോകാറ് നിങ്ങൾ? വെക്കേഷൻ സമയത്തിലാണ് നാട്ടിലോട്ട് പോകുന്നത്. ആ, മോൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മ ഉണ്ട്, ബാപ്പ ഉണ്ട്, ചോപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, കുഞ്ഞമ്മ ഉണ്ട്. അപ്പം എല്ലാവരും ഉണ്ടല്ലേ വീട്ടില്? അതെ. സക്വാമോൻ ഇന്ന് എന്ത് പരിപാടിയായിട്ടാണ് ഇമ്മണി ബെല്ല ലോകത്തിൽ വന്നത്? പാട്ടും കഥയും. അപ്പം നമുക്ക് മോൻ്റെ ഒരു പാട്ട് കേട്ടാലോ? ആ. കൂട്ടുകാരെ, സക്വാമോൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് വിശേഷങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാം. അസ്സലാമലൈക്കും. ഉപ്പ ഉമ്മ അതിലും മേലെ എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മ അതിലും മേലെ എൻ്റെ നബിയോട്. ലായോ മിനു വഹദും ബില്ലാ, ലായോ മിനു വഹദും ബില്ലാ ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാ. കബീല ഷാനറയുന്നേഷം കബീല ത്വഹാവേ, കബീല ലാശാനറയുന്നേഷം കബീല ത്വഹാവേ. പ്രണയത്തുനായി പാടും പാട്ടിലകാമുകനൂനമിയെ. പ്രണയാതുനായി പാടും പാട്ടിലകാമുകനൂനബിയെ. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. മാഷാല്ലാ, നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. പിന്നെ മോന് കൂട്ടുകാരൊക്കെ ഉണ്ടോ അവിടെ സ്കൂളിൽ? ആ ഉണ്ട്. ആ, കൂട്ടുകാരുടെ പേരെന്താ? അനാമ്. ആ, പിന്നെ? ഇസ്ഹ, അഷ്വാക്ക്, റാജ. അപ്പം കുറേ കൂട്ടുകാരുണ്ടല്ലോ. അതെ. നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയോ? അതെ. മോന് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാ? മാത്സ്. മാത്സ് ആരാ എടുക്കുന്നത്? റാഫി സാർ. റാഫി സാറിന് ഇഷ്ടമാണോ? അതെ. മാത്സ് പഠിക്കാനൊക്കെ ഇഷ്ടമാണോ? അതെ. മാത്സ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടം മാത്സ് ആണ്. പിന്നെ ഏതാ സബ്ജക്റ്റ് ഇഷ്ടം? മലയാളം. മലയാളം ആരാ എടുക്കുന്നത്? സൈനബ ടീച്ചർ. പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? അതെ, തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിൽ ബാലസമാജമൊക്കെ കഴിഞ്ഞില്ലേ? അതെ, കഴിഞ്ഞു. എന്തെങ്കിലും പരിപാടിക്ക് കൂടിയിട്ടുണ്ടായിരുന്നോ മോൻ? ഇല്ല. അതെന്താ കൂടാതെ? പാട്ടിനൊന്നും കൂടിയിട്ടില്ല? ഇല്ല. മിടുക്കനാവണ്ടേ സ്റ്റേജിലൊക്കെ പോയി പാടിയിട്ട്? ആ. ഇനി കൂടോ? ആ. ഇനി എന്തെങ്കിലും പരിപാടി വന്നാൽ പാടാനൊക്കെ കൂടോ? അതെ. പിന്നെ സക്വാമോൻ വീട്ടിലിരിക്കുമ്പോൾ എന്താ ചെയ്യാറ്? ചങ്ങാത്തമാരെ കൂടെ കളിപ്പാനെല്ലാം പോകും. വൈകുന്നേരങ്ങളിൽ നിങ്ങൾ എന്ത് കളിയാ കളിക്കാറ്? കൂട്ടുകാരോടൊപ്പം സൈക്കിളോടും ഊഞ്ഞാലാടും. അടുത്താണോ കൂട്ടുകാരുടെയൊക്കെ വീട്? അതെ. അപ്പം നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടാൻ പോകുമല്ലേ? അതെ. പിന്നെ എന്താ ചെയ്യാറ്? കാർട്ടൂണൊക്കെ കാണും. കാർട്ടൂൺ ഏത് കാർട്ടൂണാണ് കൂടുതൽ ഇഷ്ടം? ടോം ആൻഡ് ജെറി. ടോം ആൻഡ് ജെറി ആണോ കൂടുതൽ ഇഷ്ടം? അതെ. അടുത്തതായി എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? കഥ. അന്ന് കൂട്ടുകാർക്ക് വേണ്ടി നമുക്കൊരു കഥ പറഞ്ഞാലോ? അതെ.
ഒരു ദിവസം ഒരു കാക്ക പറന്ന് പോകുകയായിരുന്നു. ആ കാക്കയ്ക്ക് വിശന്നിട്ട് വഴിയായിരുന്നു. വഴിയിൽ വച്ച് ഒരു കുടം കണ്ടു. കുടത്തിന്റെ അടുത്തേക്ക് പോയി ആ കാക്ക കൊക്കിട്ട് നോക്കി, കിട്ടിയില്ല. പിന്നെയും കൊക്കിട്ട് നോക്കി, കിട്ടിയില്ല. ധൈര്യശാലിയായ കാക്ക അടുത്തുള്ള ചെറുത് കല്ല് എടുത്ത് കുടത്തിലേക്ക് ഇട്ട് വെള്ളം പൊങ്ങി വന്നു. അപ്പോ ആ കാക്ക കൊക്കിട്ട് കുടിച്ചു. അങ്ങനെ കാക്കയുടെ ദാഹം തീർന്നു. എന്നിട്ട് കാക്ക പറന്ന് പോയി. നല്ല കഥയാണ്. കഥ ആരാ പഠിപ്പിച്ച മോന്? ഉമ്മയാണോ കഥ പഠിപ്പിച്ചു തന്നത്? അതെ. ഇപ്പൊ കവരത്തിയുടെ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ 3 പേരാണോ ഉള്ളത്? ബാപ്പയും ഉമ്മയും സക്കുവാനും മാത്രമാണോ ഉള്ളത്? അതെ. കൽപ്പേനിയിൽ ആരൊക്കെയുണ്ട്? ഉമ്മമ്മ, ബാപ്പ, കുഞ്ഞമ്മ. ഉമ്മമ്മയുടെ പേരെന്താ? സുബേദ സിക്ക്. വലിയപ്പയുടെ പേരെന്താ? സെയ്ദ് മുഹമ്മദ് കോയ. പിന്നെ കുഞ്ഞമ്മ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കുഞ്ഞമ്മയുടെ പേരെന്താ? സഹല സിക്ക്. കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ ആരാ? ഉമ്മയുടെ അനിയത്തിയാണോ? അതെ. പിന്നെ ഇവര് മാത്രമാണോ ഉള്ളത് കൽപ്പേനിയില്? ബാപ്പമാല ഉണ്ട്. അത് സക്കുവാന്റെ ഉപ്പയുടെ വീട്ടുകാരാണോ? അതെ. അവരുടെ പേരെന്താ? ബാപ്പയുടെ പേര് BMC. ബാപ്പയുടെ പേര് നസീർ ഹുസൈൻ. ഇവര് മാത്രമാണോ ഉള്ളത്? അതെ. വീട്ടിൽ ആരാ കൂടുതൽ ഇഷ്ടം? ഉമ്മമ്മ. ഉമ്മമ്മയാണോ കൂടുതൽ ഇഷ്ടം? അതെ. ഉമ്മമ്മ കഥ ഒക്കെ പറഞ്ഞു തരാറുണ്ടോ? അതെ. എന്ത് കഥയാ പറഞ്ഞു തരാറ് കൂടുതലും? പഴയ കഥയൊക്കെ പറഞ്ഞു തരും. പഴയ കഥയൊക്കെ പറഞ്ഞു തരും അല്ലേ? അതെ. ഉറങ്ങാൻ കിടക്കുമ്പോഴാണോ കഥയൊക്കെ പറഞ്ഞു തരാറ്? അതെ. അപ്പോ ഉമ്മമ്മയൊക്കെ കാണുന്നത് വെക്കേഷൻ സമയത്തായിരിക്കും അല്ലേ? അതെ. കഴിഞ്ഞ വെക്കേഷന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നോ? പോയിട്ടുണ്ടായിരുന്നു. വെക്കേഷൻ എന്താ ചെയ്തത് അപ്പോൾ? കൊച്ചിയില് പോയി, ലുലുമാളൊക്കെ പോയി. കൽപ്പേനിയിലൊക്കെ പോയില്ലേ അപ്പോൾ? ആ, പോയി. അപ്പൊ അവിടെ എന്താ ചെയ്തത്? ഇങ്ങനെ പോയി, കടൽ കുളിച്ച്. കൊച്ചാപ്പാന്റെ കല്യാണം ഉണ്ടായിരുന്നു. കൊച്ചാപ്പാന്റെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ അടിച്ചു പൊളിച്ചല്ലേ വെക്കേഷൻ സമയത്ത്? അതെ. നിങ്ങള് വീട്ടിൽ നിന്ന് കറങ്ങാനൊക്കെ പോകാറുണ്ടോ ഇവിടെ കവരത്തിയിൽ നിന്ന്? അതെ. എങ്ങോട്ടാ പോകാറ്? തെക്കെല്ലാം പോകാറുണ്ട്. തെക്കുന്തേലൊക്കെ പോകാറുണ്ടല്ലേ? പാർക്കിലൊന്നും പോകാറില്ലേ അപ്പോൾ? പോകാറുണ്ട്. പാർക്കിലൊക്കെ പോകാറുണ്ട്. കവരത്തിയിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? ചിൽഡ്രൻസ് പാർക്ക്. ചിൽഡ്രൻസ് പാർക്കാണോ? അവിടെ പോയാ കളിക്കോ? അതെ. എന്ത് കളിയാ അവിടെ പോയാ കളിക്കാറ്? സീസോ, സ്ലൈഡിങ്, ഊഞ്ഞാലൊക്കെ ആടും. ഊഞ്ഞാലൊക്കെ ആടല്ലേ? സക്കുവാനെ കൂടുതലും ആരാ സഹായിക്കുന്ന പഠിക്കാനൊക്കെ? ഉമ്മച്ചി. ഉമ്മച്ചിയാണോ കൂടുതലും പഠിക്കാനും കഥയൊക്കെ പറയാനും ഒക്കെ സഹായിക്കുന്നത്? അതെ. എനിക്കുണ്ടല്ലോ മദ്രസയിലൊക്കെ പാട്ട് പാടി ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ. അപ്പൊ ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ? അതെ. ഏത് പാട്ടായിരുന്നു പാടിയത് അപ്പോൾ? ഉപ്പ അമ്മ. ഈ പാട്ട് തന്നെയായിരുന്നോ? അതെ. ഇത് മദ്രസയിൽ പാടാൻ വേണ്ടി പഠിച്ച പാട്ടായിരുന്നോ? അതെ. നമുക്ക് നീ സക്കുവാന്റെ ഒരു പാട്ട് കൂടി കേട്ടാലോ? നബിയെ ഉടയോനെ നിധിയെ അങ്ങല്ലാതാരുണ്ട് നേതാവ് അബ്ദുള്ളാത്തൻ കരളെ ആമിനാത്തൻ പൊരുളെ ആകെ ലോകം വാഴ്ത്തുന്ന നേതാവ്. ഇഷ്ടമാണ് നബിയെ ഉടയോനെ നിധിയെ അങ്ങല്ലാതാരുണ്ട് നേതാവ് അബ്ദുള്ളാത്തൻ കരളെ ആമിനാത്തൻ പൊരുളെ ആകെ ലോകം വാഴ്ത്തുന്ന നേതാവ്. അടിപൊളി പാട്ടായിരുന്നു. താങ്ക് യു. സക്കുവാൻ ഇവിടെ സ്കൂളിൽ പഠിക്കും മുമ്പ് എവിടെയായിരുന്നു പഠിച്ചിരുന്നത്? മർക്കസ് ഇംഗ്ലീഷ് സ്കൂൾ. മർക്കസ് ഇംഗ്ലീഷ് സ്കൂളിലാണല്ലേ? അതെ. പിന്നെ ഇവിടെ ആരാ പറഞ്ഞെന്ന് ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന്, ഇമ്മണി വലിയ ലോകത്തിൽ പങ്കെടുക്കണമെന്ന്? മുർഷിദ ടീച്ചറാണോ? അതെ. വെക്കേഷൻ സമയത്ത് ഒരു സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ മുർഷിദ ടീച്ചറാണ് ഞങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ പറഞ്ഞത്. ഇപ്പൊ സ്കൂളിൽ പോയാ പറഞ്ഞു കൊടുക്കോ ഇങ്ങനെ ഇമ്മണി വലിയ ലോകത്തിൽ പങ്കെടുത്തതെന്ന്?
ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും. കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. ടീച്ചർമാർക്കും കൂട്ടുകാർക്കും ഒക്കെ പോയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ, ഇമ്മണി വലിയ ലോകത്തിൽ പങ്കെടുത്തത്. അതെ. സക്കുവാമൂൻ്റെ പാട്ടും കഥയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇമ്മണി വലിയ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചേണ്ടിപ്പുര.